പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത് കേരള സ്റ്റുഡൻസ് യൂണിയൻ 28 വർഷത്തെ ചരിത്രമാണ് KSU തിരുത്തിയത്. മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് യൂണിയൻ ഭരണം SFIക്ക് നഷ്ടമാകുന്നത്. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. കണ്ണൂരിൽ നിന്ന് അർജുൻ, കോട്ടകളൊന്നായി പൊളിയുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ കണ്ടത്. പാലക്കാട് വിക്ടോറിയ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ KSUവിൻ്റെ നീലക്കൊടി ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കണ്ടു. പരിയാരത്ത് എന്താണ് സംഭവിച്ചത്? ആദ്യമായാണ് ചരിത്രത്തിൽ KSU അവിടെ വിജയിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നിൽ പരിയാരത്ത് KSU മാത്രമല്ല UDSF സഖ്യമായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. MSFിൻ്റെയും KSUവിൻ്റെയും സഖ്യമായി UDSF എന്ന നിലയിലാണ് മത്സരിച്ചിട്ടുള്ളത്. 28 വർഷത്തിന് ശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ KSU UDF അല്ലെങ്കിൽ MSF സഖ്യത്തിന് KSU MSF സഖ്യത്തിന് UDSF സഖ്യത്തിന് വലിയ തോതിലുള്ളൊരു വിജയമുണ്ടാവുന്നത്. 28 വർഷത്തിനിടെ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിലാണ് UDSF 12 സീറ്റുകളിൽ വിജയിച്ചത്. 10 മേജർ സീറ്റിലും 12 മേജർ സീറ്റുകളിൽ 9 സീറ്റുകളും ഈ പറയുന്ന സഖ്യം UDSF സഖ്യം നേടിയിട്ടുണ്ട്. ചെയർമാനായി ഹിഷാം മുനീറിനെയും വൈസ് ചെയർമാനായിട്ട് അമീൻ, സജിത എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി ഹുസ്നുൽ മുനീർ, ജോയിന്റ് സെക്രട്ടറിമാർ ഫറാസ് ഷരീഫ് തുടങ്ങിയിട്ടുള്ള മേജർ കാൻഡിഡേറ്റുകൾ, അങ്ങനെ 9 പേരാണ് മേജർ കാൻഡിഡേറ്റുകളായിട്ടുള്ള 9 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള കാഴ്ചകൾ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സമാനമായ രീതിയിലുള്ള UDF സഖ്യം പല ക്യാമ്പസുകളും പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും സമാനമായ രീതിയിലുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി SFI ജയിച്ചിരുന്നുകൊണ്ടിരുന്ന ക്യാമ്പസിലാണ് ഈ പറയുന്ന KSUവിൻ്റെയും MSFിൻ്റെയും സഖ്യം വിജയിച്ചത്. അതിന് സമാനമായ രീതിയിൽ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതിന് ശേഷം ആദ്യമായാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. SFIക്ക് ഒരു അപ്രമാദിത്വമുള്ളൊരു ക്യാമ്പസാണ്. പക്ഷേ അവിടെയുള്ള കുറേ വിഷയങ്ങൾ, ഈ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന കുറേ വിഷയങ്ങളിൽ SFI ഭരണത്തിൻ്റെ ഒരു പ്രതിസന്ധി അവരെ വലിയ തോതിൽ അകറ്റിയിട്ടുണ്ട്. വിഷയങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. സമരങ്ങളിൽ KSU ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ തോതിൽ ആക്റ്റീവായി പങ്കെടുത്തു. അങ്ങനെയുള്ള കുറേയധികം വിദ്യാർത്ഥി വിഷയങ്ങൾ SFI ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികൾ SFIയെ വല്ലാത്ത രീതിയിൽ അലട്ടിയിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ആ ക്യാമ്പസിൽ ചർച്ചയാക്കാൻ വേണ്ടി KSUവിനും വിധത്തിലുള്ള ആവേശം KSU ക്യാമ്പിൽ പ്രകടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വ്യക്തമായിരുന്നു. കുറേ നാളായി സമരം ചെയ്യുന്നില്ലല്ലോ, സമരം ചെയ്യട്ടെ എന്നായിരുന്നു ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി SFIയെ പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷേ അടിസ്ഥാനപരമായി അത് സത്യമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് UDSFിന് KSU MSF സഖ്യത്തിന് പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുക്കാനായിട്ടുള്ളത്. അർജുൻ കല്യാടാണ് KSUക്കാർക്ക് സന്തോഷകരമായി വാർത്ത പങ്കുവച്ചത്.